എല്ലാവർക്കും നമസ്കാരം. വിദ്യകളിൽ ഉന്നതമായത് വേദവും അതുപോലെ തന്നെ മന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവമന്ത്രമായിട്ടുള്ള ഓംകാരവും, നദികളിൽ പുണ്യമായത് ഗംഗയുമാണെങ്കിൽ മാസങ്ങളിൽ വെച്ച് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു മാസം അത് വൈശാഖ മാസമാണ്. സാക്ഷാൽ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഏറെ പ്രിയപ്പെട്ട ഈ മാസത്തെ മാധവമാസം എന്നാണ് ആചാര്യന്മാർ വിളിക്കുന്നത്. ഒരു വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ വിളക്കായ അമ്മമാർ ഈ മാസത്തിൽ ചെയ്യുന്ന ഓരോ ചെറിയ പുണ്യപ്രവൃത്തിയും സ്വന്തം കുടുംബത്തിൻ്റെയും വരും തലമുറകളെയും ഒരു ഭാഗ്യമായിട്ട് തന്നെ മാറും. പല അമ്മമാരുടെയും വലിയൊരു പ്രശ്നമാണ്. അതായത് പല അമ്മമാരും ആശങ്കപ്പെടാറുണ്ട്, വൈശാഖം പകുതി കഴിഞ്ഞല്ലോ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഇനി വ്രതം തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് പലവർക്കും വിഷമമുണ്ട്. കാരണം വൈശാഖ മാസമായിട്ട് പോലും നമുക്ക് വ്രതം എടുക്കാത്തവരും അതുപോലെ നൊയമ്പെടുക്കാൻ സാധിക്കാത്തവരും ഒരിക്കലും എടുക്കാൻ സാധിക്കാത്തവരും ഒത്തിരി പേരുണ്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ പലവരും ചിന്തിക്കാറുണ്ട്, അയ്യോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവർ പേടിക്കേണ്ട, ഇനി വ്രതം തുടങ്ങിയിട്ട് കാര്യമുണ്ടോയെന്നൊക്കെ പലവരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇത് സത്യം അതല്ല കേട്ടോ. നമ്മുടെ ആചാരപ്രകാരം മെയ് 39 ഇടവത്തിലെ പൗർണമി വരെ ഈ വൈശാഖ പുണ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർക്കും ഇനിയുള്ള ദിവസങ്ങൾ ഭക്തിയോടെ ഭഗവാനെ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. ഓരോ നിമിഷവും പുതിയൊരു തുടക്കമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. ഓരോ അമ്മമാരും നമ്മളെ വീട്ടിലൊക്കെ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിൽ പുലർക്കാല സ്നാനം, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിക്കുക എന്നുള്ളതാണ് കേട്ടോ. ബ്രഹ്മമുഹൂർത്തത്തിലെ കുളി പുണ്യനദികളിലെ സ്നാനത്തിന് തുല്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളോ പ്രായത്തിൻ്റെയൊക്കെ ആവശ്യതകളൊക്കെ ഉള്ള അമ്മമാർ നിർബന്ധമായും പുലർച്ചെ കുളിക്കണമെന്നൊന്നുമില്ല. ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയൊന്നും. അതായത് ശുദ്ധിയായിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകി ഭക്തിയോടെ ദീപം തെളിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും. നമുക്ക് ശരീരത്തിൻ്റെ ശുദ്ധിയേക്കാൾ ഉപരി മനസ്സിൻ്റെ ശുദ്ധിയാണ് ഈശ്വരൻ മുൻഗണന നൽകുന്നത്. അപ്പോൾ പല അമ്മമാർക്കും പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രായമായിട്ടുള്ള അമ്മമാർ ഒരിക്കലും കുളിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരു അധികം പ്രായമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ശാരീരിക ശുദ്ധി ആവശ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ ശുദ്ധിയാണെങ്കിൽ നമുക്ക് കൈയും മുഖം കഴുകിയിട്ട് ചെയ്യാം. അതല്ല മീൻ ഇറച്ചി പല രീതിയിലുള്ള അശുദ്ധികളൊക്കെ ഉണ്ടെങ്കിൽ കുളിച്ചിട്ട് മാത്രം നിങ്ങൾ വൈശാഖ മാസത്തിൽ വ്രതം നോക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ വ്രതം മുഴുവനായിട്ട് എടുക്കാൻ പറ്റാത്ത അമ്മമാർ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കുന്നത് വ്രതത്തിന് ഗുണം നൽകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുളിക്കുമ്പോൾ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് മാത്രം കുളിക്കാൻ തുടങ്ങുക. അത് വളരെ ഉത്തമമാണ്. ആരോഗ്യ പ്രശ്നമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ പ്രായമായവർക്കോ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കോ തണുത്ത വെള്ളത്തിൽ പുലർച്ചെ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറു വെള്ളത്തിൽ കുളിക്കാം. കൈയും കാലും കഴുകാൻ പറ്റുന്നവർ പ്രായമുള്ളവർ അങ്ങനെ ചെയ്യുക. കുളിക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ മാത്രം സൂര്യത്തിന് മുമ്പ് എഴുന്നേറ്റ് കൈയും കാലും കഴുകി ശുദ്ധിയാക്കുക. ശേഷം വസ്ത്രം മാറ്റി ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ മുമ്പിൽ തിരി തെളിച്ച് നെയ്ദീപം തന്നെ തെളിക്കാൻ ശ്രമിക്കുക കേട്ടോ. കുളി കഴിഞ്ഞ് ഉടൻ തന്നെ പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ച് വിഷ്ണു നാമങ്ങളോ ഭഗവത് നാമമോ ജപിക്കുന്നത് കുടുംബത്തിൽ മക്കൾക്ക് വലിയ ഐശ്വര്യം ഉണ്ടാകാനായിട്ട് നല്ലതാണ്. ചുരുക്കത്തിൽ വൈശാഖം അവസാനിക്കാൻ പോകുന്ന ദിവസങ്ങളിൽ പുലർച്ചെ എഴുന്നേറ്റ് ശുദ്ധിയാകുന്നത് ഭഗവാന്റെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് പറ്റുന്നവർ ബ്രഹ്മമുഹൂർത്തി തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ദീപം തെളിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ വൈശാഖ മാസത്തിൽ വ്രതം എടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും എടുക്കാനായിട്ട് സാധിക്കാത്തവർ ഒത്തിരി പേരുണ്ടാവും. ജോലി തിരക്കുള്ളവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ വിഷമിക്കേണ്ടതില്ല. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജോലി തിരക്കുകൾ മൂലമോ വ്രതം എടുക്കാൻ പറ്റാത്തവർ ഈ പുണ്യകാലത്തിൻ്റെ ഗുണം ലഭിക്കാൻ കുറച്ച് ലളിതമായിട്ടുള്ള വഴികളുണ്ട്. അതായത് വ്രതം എടുക്കാൻ പറ്റാത്ത അമ്മമാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ഭക്തിയോടുള്ള നാമജപം. ഭക്ഷണം ഒഴിവാക്കുന്നതിനേക്കാൾ ഭഗവാന് പ്രിയപ്പെട്ടത് ഭക്തിയോടുള്ള നാമജപമാണ്. അപ്പോൾ ജോലികളൊക്കെ ചെയ്യുന്നതിനിടയിലോ മക്കൾ നോക്കുന്നതിനിടയിലോ സദാസമയം ഓം നമോ നാരായണ എന്നോ ഹരേ കൃഷ്ണ എന്നോ നാമമൊക്കെ ജപിക്കുക കേട്ടോ. ഇത് വ്രതം എടുക്കുന്നതിന് തുല്യമായിട്ടുള്ള ഫലം നൽകും. പിന്നെ ആഹാരത്തിലുള്ള ശുദ്ധി. ഒരിക്കലും എടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ആഹാരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. അതായത് പൂർണ്ണമായിട്ടുള്ള സസ്യാഹാരം ഈ കുറച്ച് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കാൻ നോക്കുക. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും മാംസ്യാഹാരം പരമാവധി ഒഴിവാക്കുന്നത് വ്രതശുദ്ധി നൽകാനായിട്ട് സഹായിക്കും. നമ്മൾ മുന്നിൽ വരുന്ന ഭക്ഷണങ്ങൾ ഭഗവാന്റെ പ്രസാദമായിട്ട് കരുതി കഴിക്കാൻ നോക്കുക. പിന്നെ വൈശാഖ മാസത്തിൽ വ്രതം എടുക്കാൻ പറ്റാത്തവർക്ക് ആ കുറവ് നികത്താനായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം ദാനമാണ്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ വിശക്കുന്നവർക്ക് പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. അല്ലെങ്കിൽ മൃഗാദികൾക്കൊക്കെ ദാനം ചെയ്യുന്നതിലൂടെ ഭക്ഷണങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ ഭഗവാൻ പ്രീതനാകും. പിന്നെ മക്കൾക്ക് വേണ്ടി അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യം വൈകുന്നേരം തുളസിത്തറയിൽ ഒരു ദീപം തെളിയിക്കുക കേട്ടോ.
തുളസിക്ക് പ്രദക്ഷിണം വെച്ച് മക്കളുടെ പേരും നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുക. വൈശാഖ മാസത്തിൽ തുളസി പൂജയ്ക്ക് ഒരു പ്രത്യേക ഫലമുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഭാഗവത പാരായണമൊക്കെ വായിക്കാൻ അറിയില്ലെങ്കിൽ പോലും യൂട്യൂബിലോ മറ്റോ നാരായണം, വിഷ്ണു സഹസ്രനാമമൊക്കെ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. അത് ഭഗവത് ചിന്തയോടെ ഇരിക്കുന്നതൊക്കെ ഒരു വ്രതമായിട്ട് തന്നെ കണക്കാക്കും. അപ്പോൾ പലവരും ഭാഗവത പാരായണം ചെയ്യാനൊക്കെ പറയാറുണ്ട്. പക്ഷെ പലർക്കും അത് വായിക്കാനൊക്കെ കുറച്ച് പാടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ കേട്ട് ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ മനസ്സ് കൊണ്ടുള്ളൊരു സമർപ്പണം. ഭഗവാനെ, എനിക്ക് വ്രതം എടുക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ഭക്തി നീ സ്വീകരിക്കണേ എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. ഭഗവാൻ നോക്കുന്നത് നമ്മുടെ എത്ര പട്ടിണി കിടന്നു എന്നല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ സ്നേഹവും ഭക്തിയും മാത്രമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീരം കൊണ്ട് മാത്രം വ്രതം എടുക്കാൻ പറ്റാത്തവർക്ക് മനസ്സുകൊണ്ട് ഭഗവാനോട് ചേർന്ന് നിൽക്കുക കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും. മക്കളുടെ ഐശ്വര്യത്തിനായിട്ട് ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ പോലും അത് വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ വൈശാഖ മാസം തീരാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നമുക്ക് ഈ വ്രതം എടുക്കാം. പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കാമോ എന്ന്. അപ്പോൾ കുട്ടികൾക്കും വ്രതം എടുക്കാം കേട്ടോ. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ അതിബ്രഹ്മ മുഹൂർത്തത്തിൽ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പ്രായമായിട്ടുള്ള അമ്മമാർക്കും ഇതുപോലെ ബുദ്ധിമുട്ടായിരിക്കും. പല രീതിയിലുള്ള അസുഖങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അത് ഓർത്തുകൊണ്ട് പേടിക്കേണ്ട. ബാക്കിയുള്ള ദിവസങ്ങളിലെങ്കിലും സൂര്യോദയത്തിന് മുൻപ് കുളിശുദ്ധിയാക്കുക. അത് നമുക്ക് ശരീര ബുദ്ധിമുട്ടില്ലാത്തവർ. പിന്നെ അതുപോലെ പൂജാമുറിയിൽ ദീപമൊക്കെ തെളിയിച്ച് ഓം നമോ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് തന്നെ വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക. കുടുംബത്തിലെ ഐശ്വര്യം നിറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രായമായവർക്ക്, കുഞ്ഞു കുട്ടികൾക്കൊക്കെ നിങ്ങൾ കൈയും കാലും കഴുകിയിട്ട് ശുദ്ധിയായിട്ട് വിളക്ക് കത്തിക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. നമുക്ക് നാമജപത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 36,000 തവണയാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ നമുക്കിപ്പോൾ വൈശാഖം കുറച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് അത്രയൊന്നും ജപിക്കാൻ സാധിക്കാത്ത വരല്ലല്ലോ. അതുകൊണ്ട് 1008 തവണയൊന്നും ജപിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ ഓം നമോ നാരായണ എന്ന മന്ത്രം നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ 108 തവണ ഒന്ന് ജപിക്കാനായിട്ട് പറ്റുമെങ്കിൽ ശ്രമിക്കുക കേട്ടോ. വ്യാഴാഴ്ചകൾ രാവിലെയും വൈകുന്നേരമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ജപിക്കുകയാണെങ്കിൽ അത് ലക്ഷാർച്ചനയുടെ ഫലം നൽകുമെന്ന് പറയാറുണ്ട്. പിന്നെ മക്കളുടെ പഠനത്തിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ത്രിമധുരം വഴിപാടൊക്കെ കഴിക്കുക. വിവാഹ തടസ്സമുള്ളവർക്കൊക്കെ സ്വയംവര പുഷ്പാഞ്ജലിയും ജോലി തടസ്സമുള്ളവർക്കൊക്കെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഈ ദിവസങ്ങളിൽ കഴിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അമ്മമാർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം അവരെ നാമം ജപിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. ഒരു ദിവസം 10 മിനിറ്റെങ്കിലും കുട്ടികളോട് നമ്മൾ പറയണം നാമം ജപിക്കാൻ. അവർക്ക് നന്മയും കരുണയും വളർത്താനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികളോട് പറയുക. അതുപോലെ അമ്മമാരാണെങ്കിലും ഡെയിലി അഷ്ടാക്ഷരി മന്ത്രം ജപിക്കാനായിട്ട് പറയണം. ഓം നമോ നാരായണ എന്ന മന്ത്രം ഏത് പ്രതിസന്ധിയും മാറാനുള്ള ശക്തിയാണ്. പിന്നെ അതുപോലെ കാലിസന്ധാരണ മന്ത്രം ഹരേ രാമ എന്ന് തുടങ്ങുന്ന 16 നാമങ്ങൾ ജപിക്കുന്നത് കലിയുഗ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നൽകാനായിട്ട് സഹായിക്കും. പിന്നെ തടസ്സങ്ങൾ മാറാനായിട്ട് കുട്ടികളിൽ പറ്റുന്നത് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭഗവാനെ പോയി തൊഴുന്നതൊക്കെ വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അത്രയേറെ പുണ്യമാണ് കേട്ടോ. പല കൊച്ചു കുട്ടികൾക്കും പഠിക്കാനൊക്കെ മടിയുള്ളവരുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ത്രിമധുരം വഴിപാടൊക്കെ കഴിപ്പിച്ചാൽ അത് അവർക്ക് പ്രസാദമായിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പഠനത്തിൽ പിന്നിലായിട്ട് നിൽക്കുന്നവർക്ക് സാരസ്വത പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അത് ഈ മാസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വലിയ പുണ്യമായിട്ട് തന്നെ മാറും കേട്ടോ. പിന്നെ ജോലിയൊക്കെ ആയിട്ട് ശ്രമിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവില്ലേ. ഒത്തിരി പഠിച്ചിട്ട് ജോലിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ. അപ്പോൾ എത്ര പരിശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്തവർക്കായിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾ ഈ മാസം ഉറപ്പായിട്ടും കഴിപ്പിക്കണം. ആ വഴിപാട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നീണ്ടുപോകുന്നവർക്കായിട്ട് സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. ഭഗവാന് വെണ്ണ ചേർത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ പെട്ടെന്ന് വിവാഹം നടക്കാനായിട്ടൊക്കെ നല്ലതാണ്. അമ്മമാർക്ക് എപ്പോഴും മക്കളുടെ കാര്യത്തിൽ ഒരു ആദിയാണല്ലോ. അതോ ചില മക്കൾ ദൂരദേശത്തൊക്കെ ആയിരിക്കും, വിദേശത്തൊക്കെ ജോലി ചെയ്യും, പഠിക്കുന്നവരൊക്കെ ഒത്തിരി പേര് കാണുമല്ലോ. അപ്പോൾ അവരുടെ സുരക്ഷയ്ക്കായിട്ട്, അവരുടെ നന്മയ്ക്കൊക്കെ വേണ്ടിയിട്ട്, അവരുടെ ആയുസ്സും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടും എല്ലാ രീതിയിലുള്ള നന്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് വീട്ടിലിരുന്ന് നരസിംഹ മന്ത്രം ജപിക്കുന്നത് ഒരു കവചമായിട്ട് മാറും അവർക്ക്. അപ്പോൾ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാസം നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പുണ്യമാസത്തിൽ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക കേട്ടോ. ഒരു തുളസിയില ഭഗവാന്റെ ആ ഒരു കാൽപാദത്തിൽ എന്നും നിങ്ങൾ സമർപ്പിക്കുക. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്.
നമ്മുടെ നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോഴൊക്കെ എത്ര പരിശ്രമിച്ചിട്ടും ഭാഗ്യം തുണയ്ക്കാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് നമ്മുടെ പഴയ പാപങ്ങളുടെയോ അല്ലെങ്കിൽ മുൻകാലത്തെ തെറ്റായ പ്രവൃത്തികളുടെയൊക്കെ ഒരു ഫലമാകാം. എന്നാൽ വൈശാഖ മാസത്തിലെ നാമജപവും പ്രാർത്ഥനയും ഈ പാപക്കറകളെല്ലാം കഴുകിക്കളയും ട്ടോ. ആ പ്രാർത്ഥന ഈ പാപക്കറകളെല്ലാം കഴുകിക്കളയാനായിട്ട് സാധിക്കും. ആ പാപങ്ങൾ തീരുന്ന തലമുറയ്ക്ക് തടഞ്ഞു വെച്ചിരുന്ന ഭാഗ്യം തനിയെ നമ്മളെ തേടിയെത്തുമെന്ന് തന്നെ പറയാം. ഇരുട്ട് മാറുമ്പോഴൊക്കെ സൂര്യൻ ഉദിക്കുന്നത് പോലെയാണത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും പ്രാർത്ഥനയും നല്ല ശുദ്ധിയൊക്കെ ആയിരിക്കണം. നമ്മുടെ വീടിനുള്ളിൽ എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ മുഴങ്ങുന്നുണ്ടെങ്കിൽ അവിടെ കലഹങ്ങളും നെഗറ്റീവ് ഊർജ്ജത്തിനും സ്ഥാനം ഉണ്ടാകില്ല. ഈ വൈശാഖ മാസത്തിൽ നാം ചെയ്യുന്ന പ്രാർത്ഥനകൾ വഴി നമ്മുടെ വീട് സാക്ഷാൽ വൈകുണ്ഠത്തിന് തുല്യമായിട്ട് മാറും. ലക്ഷ്മി നാരായണന്മാരുടെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാകും കേട്ടോ. ഈ വൈശാഖ പുണ്യം നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. ഓരോ കുടുംബത്തിലും ഐശ്വര്യവും മനസ്സമാധാനവും സമ്പൽ സമൃദ്ധിയൊക്കെ നിറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.